ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു കോക്ടെയിൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഡൈനാമൈറ്റ് ഷ്രിമ്പ്. അത് ചെയ്തെടുക്കാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഡൈനാമൈറ്റ് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് സോർ സോസ് അങ്ങനെ ഏതെങ്കിലും മിക്സ് ചെയ്യാം. അങ്ങനെ ഈ രണ്ടും മയോണൈസും സോസും മിക്സ് ചെയ്യുന്നിട്ടുള്ള ആ ഒരു സോസിനാണ് ഡൈനാമൈറ്റ് സോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സ്വീറ്റ് ആൻഡ് സോർ സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡ് ചില്ലി സോസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോസ് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ സോസ് ചേർത്തതിന് ശേഷം ഉപ്പ് വേണമെന്നുള്ളതാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലൊരു 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ, പിന്നെ ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം. മിക്സ് ചെയ്ത് അതിലേക്ക് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. അതിന് ഞാനൊരു 10-20 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാലോട് കൂടിയിട്ടാണ്. വാലില്ലാതെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതൊന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റോളം ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. ഈ മിക്സിലേക്ക് പാപ്രിക്ക പൗഡറും ജിഞ്ചർ ഗാർലിക് പൗഡറും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ഓപ്ഷണൽ മാത്രമാണ്. സോയാ സോസും മുട്ടയും മാത്രം മിക്സ് ചെയ്തിട്ട് വെച്ചാലും മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് പാപ്രിക്ക പൗഡറും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡറും കൂടെ ചേർത്തത്. മാറ്റി വെക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ള ഒരു മിക്സ് റെഡിയാക്കാം. അതിന് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ ഷ്രിമ്പ് ഒന്ന് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം. ഈ മൈദ കോൺഫ്ലവർ മിക്സിലേക്കിട്ട് ഓരോന്നോരോന്നായി എടുത്തിട്ട് നല്ലവണ്ണം മുഴുവനും കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്യുമ്പം നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം ഈ ഷ്രിമ്പ് മുഴുവനും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോന്നും ഇട്ട് നല്ലവണ്ണം 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം തന്നെ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് കോരാം. ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി ഓരോന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഡൈനാമൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ ചെയ്ത ഷ്രിമ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡൈനാമൈറ്റ് ഷ്രിമ്പാക്കി എടുക്കാം. അപ്പോൾ ഈ സോസ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡൈനാമൈറ്റ് ഷ്രിമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് സോസ് എല്ലാ ചെമ്മീനിലും നല്ലവണ്ണം പിടിക്കുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു കോക്ടെയിൽ ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡൈനാമൈറ്റ് ഷ്രിമ്പ് സെർവ് ചെയ്യാം. അതിൻ്റെ മേലയിൽ കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫിനിഷായി. അപ്പം നല്ല അടിപൊളി ഡൈനാമൈറ്റ് ഷ്രിമ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്.
സ്റ്റാർട്ടറായിട്ടൊക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്